ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം തൊട്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകാം. അതായത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന് ഒരു എന്താ പറയുക, എത്ര സ്റ്റെപ്പ് വയ്ക്കണം എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ വ്ളോഗ്സ് ആണെന്ന് എല്ലാവർക്കും അറിയില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ട് താഴെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ഇന്നത്തെ വലിയൊരു ഉത്സവമാണ് ലക്ഷദ്വീപം. 6 വർഷത്തിലൊരിക്കൽ വരുന്ന ഉത്സവമാണ്. അപ്പോൾ തിരുവനന്തപുരംകാർക്കല്ല ഇതൊരു ഭയങ്കര ഫെസ്റ്റിവൽ മാത്രമല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ആഘോഷവും അഭിമാനവും ഒരു എന്താ പറയുക ഭാഗ്യവുമാണ് ഈ ഒരു ലക്ഷദ്വീപം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 6 ഇയേഴ്സിലൊരിക്കൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ട്രയൽ ഉണ്ടായിരുന്നു. പിന്നെ 56 ദിവസത്തെ മുറജപത്തിന് ശേഷം അതിൻ്റെ കൾമിനേഷനാണ്, ക്ലൈമാക്സ് ഡേ ആണെന്ന്. അപ്പോൾ ഇത്രയും ദിവസത്തെ മുറജപം പോലെയുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. 56 ദിവസത്തെ ഉത്സവമാണ്. അങ്ങോട്ട് കാലെടുത്ത് വയ്ക്കാൻ പറ്റാത്ത അത്ര തിരക്കായിരിക്കും. ഞാൻ ഇവിടേക്ക് ഇപ്പോൾ പീസ്ഫുള്ളാണ്. ഇതേ നോക്കൂ, ഇവിടെ ഈ ദിവസം കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ പോലും ആർക്കും പാർക്ക് ചെയ്യാൻ കയറാൻ പറ്റില്ല. അതിന് ചുറ്റുമുള്ള 4 നടകളുടെ ഭാഗത്തേക്കും ആൾക്കാർക്ക് എൻട്രി ഇല്ല. നടപ്പാത പോലെയാണ്, വാഹനമൊന്നും പോവില്ല. അതുകൂടാതെ എൻട്രി പാസ് ഉണ്ട്. ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പോകാൻ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പാലസിൻ്റെ ഗസ്റ്റായിട്ട് കുറച്ച് പേർക്ക് കയറാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ എനിക്കൊരു ഒരു പാസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിനകത്ത് കയറണമെങ്കിൽ കയറാം. ഭയങ്കര തിരക്കാണ്. പക്ഷേ അതിനകത്തൊന്നും ക്യാമറ ഒന്നും അലൗഡല്ല. നമ്മൾ ഈ റോഡിലൂടെ നടക്കുന്നു. എനിക്ക് തോന്നുന്നു കിഴക്കേ നടയുടെ അങ്ങോട്ട് കയറാൻ പോലും പറ്റുമെന്ന് തോന്നുന്നില്ല. അവിടെയൊക്കെ നിലവിളക്ക് വെച്ചിരിക്കുകയാണ് കത്തിക്കാനായിട്ടല്ല. എന്തായാലും ഈ ഉത്സവ കാഴ്ചകളൊന്ന് കാണാം. ഭഗവാനെ ദൂരെ നിന്നെങ്കിലും കണ്ട് പ്രാർത്ഥിക്കാം. ലക്ഷദ്വീപം ഇന്ന് കറക്റ്റ് സന്ധ്യാസമയം കഴിയുമ്പോൾ എല്ലാ 1,00,000 ദീപങ്ങൾ തെളിയുന്ന ദിവസമാണ്. അപ്പോൾ കാണാം. ഓക്കെ. ക്രൗഡ് അറിയോ? ലക്ഷദ്വീപങ്ങൾ തെളിയുന്ന പർട്ടിക്കുലർ മൊമെൻറ്റ് കിട്ടാനാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. ഇന്ന് ജനുവരി 14, 2026. ഇന്നാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ലക്ഷദ്വീപം. പത്മതീർത്ഥക്കര ഉത്സവ ലഹരിയിലാണ് 56 ദിവസങ്ങളായി നടന്നു വരുന്ന ചരിത്ര പ്രസിദ്ധമായ മുറജപത്തിൻ്റെ പരിസമാപ്തിയും കൂടിയാണ് ഇന്ന്. കഴിഞ്ഞ 2 മാസമായി ക്ഷേത്രമതിലകം വേദമന്ത്രത്താലും സഹസ്രനാമത്താലും ജപമുഖരിതമായിരുന്നു. എല്ലാ സന്ധ്യകളിലും പത്മതീർത്ഥക്കുളത്തിൽ മുറജപത്തിൻ്റെ ഭാഗമായ ജലജപം നടന്നു വരികയായിരുന്നു. ഇനി കുറച്ച് ചരിത്രം പറയാം. തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് 1799 കാലഘട്ടം മുതൽ 1758 ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തുടങ്ങിയ പാപപരിഹാര ചടങ്ങുകളുടെ ഭാഗമായിട്ടാണ് മുറജപവും ലക്ഷദ്വീപവും ആരംഭിച്ചതെന്നാണ് പറയുന്നത്. മുറയ്ക്കുള്ള ജപം എന്നേ ഇതിന് അർത്ഥമുള്ളൂ. 6 മാസം തോറും ഭദ്രദീപം കത്തിക്കലും 12 ഭദ്രദീപമാകുമ്പോൾ മുറജപം നടത്താനുമായിരുന്നു വൈദികരുടെ നിർദ്ദേശം. 56 ദിവസമാണ് മുറജപക്കാലം. ഈ സമയത്ത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന വൈദികർ 8 ദിവസം കൊണ്ട് വേദമന്ത്രങ്ങൾ മുഴുവൻ ഒരു മുറ ജപിച്ചു തീർക്കും. ഇങ്ങനെ 7 മുറ കഴിയുമ്പോൾ ചടങ്ങുകൾ പൂർത്തിയാകും. അവസാന ദിവസമാണ് ലക്ഷദ്വീപം. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് തന്നെ മുറജപം തിരുവിതാംകൂറിലെ സംസ്ഥാന ചടങ്ങായി മാറി. കൊച്ചിയിലെ ശക്തൻ തമ്പുരാൻ പോലും വേഷം മാറി മുറജപം കാണാൻ എത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന മുറജപത്തെയും ലക്ഷദ്വീപത്തെയും പലപ്പോഴും ബ്രിട്ടീഷ് സർക്കാർ എതിർത്തിട്ടുണ്ടെങ്കിലും രാജാക്കന്മാർ അത് അവഗണിക്കുകയാണ് ചെയ്തത്. സ്വതന്ത്രലബ്ധി വരെ തിരുവിതാംകൂറിലെ മുറജപവും ലക്ഷദ്വീപവും സംസ്ഥാന ചടങ്ങായി തുടർന്നു. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ രാജഭരണത്തിന് കീഴിൽ അവസാനത്തെ മുറജപവും ലക്ഷദ്വീപവും നടന്നത് 1948 ജനുവരി 14 ലക്ഷദ്വീപത്തോടെയാണ് അത് സമാപിച്ചത്. അന്നത്തെ ചടങ്ങുകൾക്ക് ആനകളെ കൊണ്ട് പന്തൽ കാൽനാട്ടുകർമ്മം നടത്തിയതും മുറജപത്തിൻ്റെ വരവറിയിച്ചുകൊണ്ടുള്ള പട്ടാളക്കാരുടെ പ്രകടനവുമെല്ലാം കണ്ടിട്ടുള്ള ആളുകൾ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. ഇനി ലക്ഷദ്വീപത്തിൻ്റെ
പ്രത്യേകതകൾ പറയട്ടെ. ക്ഷേത്രത്തിൻ്റെ മുഖപ്രസാദമായ ഉത്തങ്ക ഗോപുരത്തിന് മുകളിൽ വൈദ്യുത വിളക്കുകളുടെ ഒരു മാല തന്നെ കോർത്തിട്ടിട്ടുണ്ട് ധാരാളമായിട്ട്. പിന്നെ ഉള്ളിലെ കാഴ്ചകളാണെങ്കിൽ ശീവേലിപ്പുരയിലെ കൽത്തൂണുകളിലെ സാലഭഞ്ചികകൾ, മതിലകത്തെ വിവിധ മണ്ഡപങ്ങൾ, ശീവേലി തൊഴാനെത്തുന്ന ഭക്തർക്ക് അസൗകര്യമുണ്ടാക്കാത്ത വിധം ക്ഷേത്രത്തിന് ഉൾവശത്ത് ദീപസ്തംഭങ്ങൾ എന്നിവയിലൊക്കെ ദീപം തെളിയിക്കുന്നത് ഉള്ളിലെ കാഴ്ചകളാണ്. മതിലകത്തിന് പുറത്തെ ചുമലുകളും ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കുകയാണ്. ഉള്ളിലും പത്മതീർത്ഥക്കരിയിലും കിഴക്കേ നടയിലും തിരിയിട്ട എണ്ണവിളക്കുകളും കത്തിക്കുന്നുണ്ട്. ഇപ്രാവശ്യത്തെ മുറജപത്തിന് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ, തിരുനാവായ, തൃശ്ശൂർ വാദ്യാന്മാർ, കൈമുക്ക്, കപ്ലിങ്ങാടൻ, ചെറുമുക്ക് വൈദികർ തുടങ്ങിയവരും ഇതിൻ്റെ ഭാഗമായിരുന്നു. മുറജപത്തിൻ്റെ താന്ത്രിക കർമ്മങ്ങൾ തന്ത്രി തരണനല്ലൂർ നമ്പൂതിരിമാരുടെ കാർമ്മികത്വത്തിലാണ് നടന്നത്. മുറശീവേലികൾക്ക് ക്ഷേത്രസ്ഥാനി മൂലം തിരുനാൾ രാജവർമ്മ തമ്പുരാൻ അകമ്പടി സേവിച്ചിരുന്നു. ഇപ്രാവശ്യത്തെ ലക്ഷദ്വീപത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അതായത് ഉത്തരായന കാലത്തിൻ്റെ തുടക്കവും മകരസംക്രാന്തിയും ഒന്നിക്കുന്ന ഈ ഒരു ബുധനാഴ്ച വൈകിട്ട് ഈ ക്ഷേത്രം ലക്ഷം ദീപങ്ങളുടെ മഹാപ്രഭയിലാണ് മുങ്ങി നിൽക്കുന്നത്. ഇത് നയനാനന്ദകരവും ഭക്തി നിർഭരവുമായ കാഴ്ച തന്നെയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഇന്ന് പതിവുള്ള ദർശനമില്ല ഉള്ളിൽ. അതിനു പകരം പാസ് കൊടുത്തിട്ടുള്ള ദർശനമാണ്. അതായത് രാത്രി 8:30 നടക്കുന്ന മകരശീവേലി തൊഴാനുള്ള പാസ്സാണ് ഭക്തർക്ക് ഓൺലൈനായിട്ട് കൊടുത്തിരിക്കുന്നത്. സുരക്ഷാ കാരണങ്ങളാൽ ഒരു 15,000 പേരെയാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പ്രവേശനത്തിന് അനുവദിച്ചിരിക്കുന്നത്. ഇപ്പോൾ പുറമേ നിൽക്കുന്ന ഞാനും എന്നോടൊപ്പം കാണുന്ന ഇത്രയും ജനാവലിയും ഒക്കെ പാസ് എടുക്കാണ്ട് പുറത്തു നിന്ന് കാഴ്ചകൾ കാണാനായിട്ട് നിൽക്കുന്നതാണ്. എൻ്റെ കയ്യിൽ പാസ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പുറത്തു നിന്ന് ഈ വെളിയിലെ കാഴ്ചകൾ, ലക്ഷദ്വീപത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാനാണ് ഞാനിവിടെ തന്നെ വളരെ സന്തോഷത്തോടുകൂടി ഭക്തിയോടുകൂടി നിൽക്കുന്നത്. പക്ഷേ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ശീവേലി ചടങ്ങുകളും മറ്റു കാര്യങ്ങളും രാജകുടുംബാംഗങ്ങളുടെ കൂടെ അവരിങ്ങനെ ഭഗവാനെ തൊഴുതു പോകുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. രാത്രി 8:30 കിഴക്കേ കൊടിമര ചുവട്ടിലാണ് ഗരുഡവാഹനത്തിൽ എഴുന്നള്ളിക്കുന്ന ശ്രീ പത്മനാഭസ്വാമിയും തെക്കേടത്തെ നരസിംഹമൂർത്തി ഭഗവാനും ഇവരുടെയൊക്കെ വിഗ്രഹങ്ങളെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നുണ്ടാകും. ഈ ഒരു എഴുന്നള്ളത്ത് പടിഞ്ഞാറേ തളിക്കലെത്തുമ്പോൾ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിയും എഴുന്നള്ളും. രാത്രി 10 മണിയോടെ 3 പ്രാവശ്യം ചുറ്റി മുറജപ ശീവേലി അവസാനിക്കും. ക്ഷേത്രം സ്ഥാനി മൂലം തിരുനാൾ രാമവർമ്മ പത്മനാഭ തമ്പുരാൻ അകമ്പടി സേവിക്കും. ഇതാണ് ഉള്ളിൽ നടക്കാൻ പോണ കാര്യങ്ങൾ. അപ്പോൾ ഒരു 6:30 വരെ മാത്രമേ അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ പാസ്സുള്ളവർക്ക്. 6:30 കയറുന്ന ആൾക്കാർ 10:30 മണി കഴിഞ്ഞാലേ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്നും ശിവേലി എല്ലാം കണ്ട് തൊഴുത് മടങ്ങാൻ സാധിക്കുകയുള്ളൂ. അതും മറ്റൊരു അനുഭവമാണ്. പക്ഷേ പുറമേ നിന്ന് കാണുന്ന ഈ ദീപാലങ്കാരങ്ങളും ഈ ലക്ഷദ്വീപവും ഒക്കെ മറക്കാനാവാത്ത അനുഭവം തന്നെയായിരിക്കും ഭക്തജനങ്ങൾക്ക്. ഇവിടെ കൂടിയിരിക്കുന്ന ഇത്രയും ആളുകളുടെ അതൊരു സാക്ഷ്യമാണ്. നമുക്ക് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്ന കാഴ്ചയാണ്. പത്മതീർത്ഥക്കരയും അതിന് ചുറ്റും ക്ഷേത്രാങ്കണവും എല്ലാം ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുവാണ്. എല്ലാവരും ഭഗവാന്റെ ഈ ഒരു പ്രഭയിൽ എന്താ പറയണേ, ഒരു മനസ്സുകൊണ്ടും കണ്ണുകൊണ്ടും ഒക്കെ നമ്മളിങ്ങനെ കാഴ്ച കണ്ട് ആനന്ദകരമാക്കുക എന്നൊക്കെ പറയില്ലേ, ഭയങ്കരമായ ഒരു ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ. ചില ചരിത്ര സത്യങ്ങൾ നമ്മൾ മറക്കാനേ പാടില്ല. ആ ആചാരങ്ങളും സത്യങ്ങളും നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കും. ദൈവം ഇവിടെ രാജാവാകുന്നതായിരുന്നു എക്കാലത്തെയും പതിവ്. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് പത്മനാഭദാസനായിട്ടാണ്. നമ്മാഴ്വാർ വാഴ്ത്തിയ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം മലയാളത്തിലെ നിരവധി കൃതികളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. മഹാകവികളായ കുഞ്ചൻ നമ്പ്യാർ, ഉണ്ണായി വാര്യർ, രാമപുരത്ത് വാര്യർ, രേമൻ തമ്പി എന്നിവരും സ്വാതി തിരുനാൾ മഹാരാജാവും വാഴ്ത്തി വണങ്ങിയ പാരമ്പര്യം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുണ്ട്. അനന്തശയനായ ഭഗവാന്റെ കീർത്തി അപൂർവമായ സ്വർണ്ണ നിക്ഷേപത്തിൻ്റെ കലവറ രഹസ്യം പുറത്തു വന്നപ്പോഴാണ് ലോകമറിഞ്ഞത്. ലോകത്തിൻ്റെ ഏറ്റവും സമ്പന്നമായ ഹിന്ദു ക്ഷേത്രം എന്ന നാമം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ലഭിക്കുകയും ചെയ്തു. ദേശാന്തരങ്ങളിൽ നിന്നും ഭക്തർ തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തി ഭഗവാനെ ഒന്ന് തൊഴുതു പ്രാർത്ഥിക്കാൻ. കോട്ടയ്ക്കകം എന്ന് പറയുന്ന ഈ പ്രദേശം ഇന്ന് ശ്രീ പത്മനാഭസ്വാമിയുടെ ഭക്തലക്ഷ പ്രദേശമാണ്. അതിൻ്റെ മഹത്വം തെല്ലും കുറയുന്നതുമില്ല, കൂടുന്നതേയുള്ളൂ. കലിയുഗത്താപം അകറ്റാൻ ഇനിയൊരു അവതാരം ശ്രീ പത്മനാഭസ്വാമി അല്ലാതെ ഭക്തർക്ക് വേറെ ഒരാളുമില്ല. ലക്ഷദ്വീപം കണ്ടും തൊഴുതും അവർ ആനന്ദ നിർവൃതി അടയുകയാണ്. ഭഗവത് കടാക്ഷത്തിനായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം ചൊരിയാൻ ഇവിടെ ശ്രീ പത്മനാഭസ്വാമി അല്ലാതെ മറ്റാരുമില്ല. അങ്ങനെ മനസ്സും ഹൃദയവും നിറഞ്ഞ് സന്തോഷത്തോടുകൂടി ഭക്തജനങ്ങൾ ഈ ലക്ഷദ്വീപത്തിൽ പങ്കെടുത്ത് തിരിച്ചു പോവുകയാണ്. നമ്മൾ ക്ഷേത്രനടയിലെ ഉന്തും തള്ളും അതിൻ്റെ ഇടയിൽ നിന്ന് പുറത്തേക്ക് ശരിക്കും ആ ദീപം തെളിഞ്ഞ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു.
അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് നമ്മുടെ വാസ്തവവിലാസം നഴ്സിംഗ് ഹോമിൻ്റെ അവിടെ എത്തി. ഇവിടെ അതിൻ്റെ പരിചയമുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഫ്ലോർ അല്ല ഫസ്റ്റ് ഫ്ലോർ, ഓക്കെ, അവിടെ കയറി നിൽക്കുകയാണ്. ഇവിടെ നിന്നും മനോഹരമായി ഇത് കാണാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇല്ലാന്നേ ഉള്ളൂ, സൈഡിൽ നിന്ന് കാണാം. പക്ഷേ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ്, ആ ഭാഗത്തൊന്നും പോകാൻ പോലും പറ്റില്ല. ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഫുള്ളാണ്. പിന്നെ നിലവിളക്ക് കത്തിച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ. ഇപ്പോൾ അവിടെ കുറേ ആൾക്കാർ പോയി വിളക്ക് കത്തിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പത്മതീർത്ഥത്തിൽ പോറ്റിമാർ അവിടെയും മന്ത്രജപങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിലും ഈ കുളത്തിൻ്റെ 4 വശത്തും ആൾക്കാരെ കൊണ്ട് ക്രൗഡ് കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഇതാ നോക്കിയിട്ട് ഒരുപാട് വലിയ നിലവിളക്കുകളാണ് നടയിൽ. ആ കിഴക്കേ നട കംപ്ലീറ്റ് അതെല്ലാം ഇപ്പോൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നെയ്ത്തമണി കാണാം നേരെ. സമയം 7 ആകാൻ പോകുന്നു. സന്ധ്യാസമയം കഴിഞ്ഞു. ഇവിടെ ഇതിന് ചുറ്റും ക്ഷേത്രങ്ങളാണ്. എല്ലായിടത്തും ദീപാരാധനയുടെ ശബ്ദമൊക്കെ കേൾക്കാം. എന്തായാലും ഇത് അവിസ്മരണീയമായ കാഴ്ചകളാണ്. കാരണം ഇത് എവറി 6 ഇയേഴ്സാണ്. ഇനി ഇത് കാണണമെങ്കിൽ 6 വർഷം വെയിറ്റ് ചെയ്യാം. 2032 കാണാൻ സാധിക്കുക. എനിക്ക് കുറേ ലക്ഷദ്വീപങ്ങൾ കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഇനിയും കാണാൻ ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഭഗവാന്റെ തിരുനടയിൽ താമസിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കത് വലിയൊരു ഭാഗ്യമാണ്. ട്രിവാൻഡ്രംകാർക്ക് എല്ലാവർക്കും ഇതൊരു വലിയൊരു ഭയങ്കര ഭാഗ്യമാണ് സത്യം പറഞ്ഞാൽ. ഇത് പത്മനാഭൻ്റെ മണ്ണെന്നല്ലേ പറയുന്നത് തന്നെ. അപ്പോൾ അവിടുത്തെ ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്, ഒരു രക്ഷയില്ല. ഇതാണ് ഒരു ആംബിയൻസ്. ആ ഭാഗമൊക്കെ ഞാൻ അവിടെ നിന്ന് കേട്ടോ, അവിടെയൊക്കെ ഇപ്പോൾ ഇട്ടി തള്ളു. മിക്കവാറും ഞാൻ പറഞ്ഞില്ലേ സ്റ്റാമ്പേഡ് വരെ വരാൻ സാധ്യത. പക്ഷേ പോലീസ്, ഫയർഫോഴ്സ് എല്ലാവരും സജ്ജരാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പരിചയക്കാരൊക്കെ ഉണ്ട്. ഈ ഹോസ്പിറ്റലിൻ്റെ സ്റ്റാഫ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഇവിടെയുള്ള ബാങ്ക് ബിൽഡിങ്ങിൻ്റെ മേളിലൊക്കെ ആൾക്കാരുണ്ട്. ആ വലിയ ബിൽഡിങ്ങില്ല, അതിലെല്ലാം ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന വിശേഷം. അപ്പോൾ ഇത് ഈ ഒരു ഫെസ്റ്റിവൽ തുടങ്ങിയിട്ടൊരു 53 ദിവസത്തോളമായി. ദിസ് ഇസ് ദ ഫൈനൽ കൾമിനേഷൻ എന്ന് പറയാം. ഇനി നാളെയും മറ്റന്നാളും കൂടി ഇതിൻ്റെ ഒരു ലക്ഷം ദീപം കത്തിക്കുന്നുണ്ടാവും. അന്ന് കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് നാളെയും മറ്റന്നാളും വന്നാലും കാണാം. അനൗൺസ്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നു. തിക്കും തിരക്കും കൂട്ടി അപകടം വരുത്തരുതേ എന്നൊക്കെ പറയുന്നുണ്ട്. ആൾക്കാർക്കൊരു ചിലപ്പോൾ സിവിക് സെൻസ് കുറയും. എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ശബരിമലയിലെ മകരവിളക്കും ഇന്നാണ്, ലക്ഷദ്വീപവും ഇന്നാണ്. അപ്പോൾ 2 സ്ഥലത്തും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള 2 വിശേഷ ദിവസങ്ങൾ. അവിടെയും ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിയുന്നു, ഇവിടെയും അതുപോലെ. പുറത്തേക്ക് വരണം, ആരും ഇവിടെ തങ്ങി നിൽക്കരുത്. ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ ശ്രീ പത്മനാഭസ്വാമിയുടെ ലക്ഷാദീപം കാണുവാനും ലക്ഷം നേടുവാനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും ദയവായി ഈ ഭാഗത്ത് നിൽക്കരുത്. ദയവായി ആലുക്കാസിന്റെ ആ ഭാഗത്തു കൂടിയാണ് കയറേണ്ടത്. ഈ ഫ്രണ്ടിൽ ആരും കിട്ടുന്നുണ്ടാക്കരുത്. ഇതുവഴി കയറ്റില്ല. ഈ ക്രൗഡിൻ്റെ ഇടയിൽ നിന്നും ഞാൻ വീട്ടിലേക്ക് രക്ഷപ്പെട്ടു. ഭയങ്കര തിരക്കായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ. കാര്യം ലൈറ്റ് ഷോ കഴിഞ്ഞാൽ എല്ലാവരും തിരിച്ചു പോകുന്ന സമയമായിരിക്കും. മനോഹരമായ ലൈറ്റ് ഷോ അവിടെ നടക്കുകയാണ്, ലേസർ ഷോ. കഴിയുന്നതിന് മുമ്പ് ഇറങ്ങി. ഇപ്പം തന്നെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഒരു ജ്യൂസും കൂടി കുടിച്ചിട്ട് പോകാം. നമ്മൾ ഇത് പ്രത്യേകത ഒരു കാര്യം പറഞ്ഞുതരാം. ഞങ്ങളുടെ കോളനിയിലേക്ക് കയറുന്ന പാൽബൂത്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി കഴിഞ്ഞ് ഇവിടെ നമ്മുടെ തട്ടുകടയിലെ വെറൈറ്റി 70 പരം വെറൈറ്റി ജ്യൂസ് കട ഒരു ബ്രാഞ്ച് അവർ ഇവിടെ തുടങ്ങി. ഒരു പൈനാപ്പിളാണ് വിത്ത് ഐസ് വേണം. ഒരുപാട് മധുരം വേണ്ട, ആവശ്യത്തിന്. എത്ര നാളായി തുടങ്ങി? ഒരാഴ്ചയായോ? ആ സെയിം കടയുടെ തന്നെയല്ലേ ബ്രാഞ്ച്? അത് തന്നെ, ആ ബ്രാഞ്ച് തന്നെ തോന്നുന്നു അല്ലേ? ഓക്കെ. അവർക്ക് എത്ര ബ്രാഞ്ചസ് ഉണ്ടെന്ന് അറിയാമോ? ഇപ്പോൾ നമ്മുടെ കോളനിക്കകത്തും തുടങ്ങി. പൈനാപ്പിൾ ജ്യൂസ് ഫ്രഷ് പ്യുവറാണ് പറഞ്ഞത്, അതേ വെള്ളമൊന്നും ചേർക്കാണ്ട്. കുറേ നിർത്തും. ഇപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് എന്ത് ക്രൗഡാന്ന് നോക്കിയേ. ഇവിടെ നല്ല കഴിക്കാനായിട്ട് കരിക്കിൻ ഹണി, കരിക്കിൻ ഷേക്കൊക്കെ ഉണ്ട്. കരിക്കിൻ സ്ട്രോബെറി ആൻഡ് അണ്ടിപ്പരിപ്പ്. ഈ റോഡ് നേരെ പോകുന്നത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. പ്യുവർ ജ്യൂസ്. അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വരെയും ക്രൗഡ് ഇങ്ങനെ നിരന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല ട്രാഫിക്. ഈ കോളനിക്കകത്ത് വഴി നല്ല ട്രാഫിക്, അതുവഴി ഇതുവഴിയൊക്കെ ആൾക്കാർ വരികയാണേ.
എല്ലാവരും പല നടകളിൽ നിന്ന് കണ്ടിട്ട് അങ്ങനെ കറങ്ങി ഇങ്ങനെ വരികയാണ്. അവിടെ അത്ര പുടുമോളും അനുക്കുട്ടി വെളിയിൽ നിൽക്കുന്നു. പുടുമോളെ അനുക്കുട്ടി, അമ്മാമ്മ എത്തി. ഓ അമ്മാമ്മ ഈസ് ബാക്ക്. ഓ ബേബി, നമ്മുടെ ബേബി. മോളെ കൊണ്ടുപോകാത്ത അവിടെ ഭയങ്കര ക്രൗഡ് ആയതുകൊണ്ടാണ്. ഇപ്പം തന്നെ വലിയ ഡേഞ്ചറാണ് അവിടെ, ഭയങ്കര തിരക്കും. മോനെ വണ്ടികൾ വരുന്നു. പ്ലീസ് 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 കൈ പിടിച്ചു. അയ്യോ 2 വീലേഴ്സ്. ഓക്കെ, അങ്ങനെ മനോഹരമായ കാഴ്ചകൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി. ഇവർക്കൊന്നും പോയി കാണാൻ പറ്റിയില്ല, കാര്യം അവിടെ ഭയങ്കര ക്രൗഡ് ആയതുകൊണ്ട് വന്നില്ല. ഇവിടെ നിന്ന് കാണാം. നമുക്ക് ടെറസ് നിന്നാൽ കുറേ എന്താ പറയുക, ലേസർ ഷോ ഒക്കെ മേളിലും കാണാം. ഇവിടെ നിന്നാലും ഈ റേസൊക്കെ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നായിരിക്കട്ടെ. ഇത് എല്ലാ 6 ഇയേഴ്സ് ഉള്ളതാണ്. ഇനി ഇത് കാണണമെങ്കിൽ 6 വർഷം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ട്രിവാൻഡ്രത്തിൻ്റെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, നമ്മുടെയൊക്കെ ഒരു ഭയങ്കര പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഡിയർ ടു അവർ ഹാർട്ട്, നമ്മൾ അത്രയും ഭക്തി പുരസ്കരം കാത്തിരിക്കുന്ന ആ ദിവസമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്.